Hello friends, welcome back to Bilingual Tutorial. Today we are discussing question answers from the short story Roucolle the Miser, written by George Orwell. Question number 1. What did the narrator do soon after he left Auberage? As soon as the narrator left Auberage, he went to bed and slept the clock round, all but 1 hour. Then he washed his teeth for the first time in the fortnight, bathed and had his hair cut and got his clothes out of the pawn. ഓവറേജ് എന്ന പേരുള്ള പാരീസിലെ ഹോട്ടലിൽ നിന്നിറങ്ങിയ ശേഷം കുറേ നേരം അദ്ദേഹം ഉറങ്ങി. 2 ആഴ്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്തു, മുടിയൊക്കെ ഒന്ന് വെട്ടി കുളിച്ചു, പണയത്തിൽ വെച്ചിരുന്ന ഡ്രസ്സ് തിരിച്ചെടുത്തു. Question number 2 from section A. Who told the narrator the story of Roucolle the Miser and when? Answer is, when the narrator had only 1 day to leave Paris, he went wandering around his quarter saying goodbye to everyone. Then Charlie, a friend of narrator, told him the story of Roucolle the Miser. Narrator പാരീസ് വിടുവാൻ ഒരു ദിവസം മാത്രമുള്ളപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന തെരുവിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ്, അതായത് ഗുഡ് ബൈ പറഞ്ഞ് നടന്നപ്പോൾ ചാർലി എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് റൂക്കോൾ എന്ന പിശുക്കൻ്റെ കഥ അദ്ദേഹത്തോട് പറഞ്ഞത്. Question number 3 from section A. What's the character of Charlie according to the narrator? And the answer is, Charlie used to tell lies and entertain his friends. According to the narrator, those lies were interesting stories. നുണ പറഞ്ഞ് മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യുക അല്ലെങ്കിൽ രസിപ്പിക്കുക എന്നത് ചാർലിയുടെ ഒരു പതിവായിരുന്നു. എന്നിരുന്നാലും ഈ നുണകൾ നല്ല രസകരമായ കഥകളായിരുന്നു എന്നതാണ് നറേറ്ററുടെ അഭിപ്രായം. Question number 4, section A. Who is Daniel Dancer? Daniel Dancer was a notorious English miser. Daniel Dancer ഒരു കുപ്രസിദ്ധനായ ഇംഗ്ലീഷുകാരനായ പിശുക്കനായിരുന്നു. Now we are moving to next section, section 2. First question, describe the routine of Roucolle. And the answer is, Roucolle the Miser, an interesting character. He went to Les Halles every morning to pick up damaged vegetables and ate cat's meat. He wore newspaper instead of underclothes. He used wainscoting of his room for firewood, and he made a pair of trousers out of sack. രസികനായ ഒരു വ്യക്തിയായിരുന്നു റൂക്കോൾ എന്ന പിശുക്കൻ. എന്നും രാവിലെ ലെസ് സെയിൽസ് എന്ന പാരീസിലെ ഫ്രഷ് ഫുഡ് മാർക്കറ്റിൽ പോയി മോശപ്പെട്ട പച്ചക്കറികളും മറ്റും പെറുക്കിയെടുക്കും. പൂച്ചയുടെ മാംസം കഴിക്കുമായിരുന്നു. അണ്ടർ ഗാർമെൻസിന് പകരം ന്യൂസ് പേപ്പറാണ് ധരിച്ചിരുന്നത്. ഭിത്തിയിൽ ചേർത്തടിക്കുന്ന മരപ്പലക വിറകിന് പകരം ഫയർ പ്ലേസിൽ ഉപയോഗിക്കുമായിരുന്നു. ചാക്കുകൊണ്ട് ഒരു ജോഡി ട്രൗസേഴ്സ് പോലും അദ്ദേഹം തയ്ച്ചിരുന്നു. അത്രമാത്രം പിശുക്കനായിരുന്നു റൂക്കോൾ. Then question number 2 from section 2. How did Roucolle join the wildcat scheme? And the answer is, Roucolle had saved a lot of money and was greedy to earn more. One day, a Jew came to him in company of a Pole who was a student at Sorbonne. They told him he can make a good profit if he invests 6,000 francs on a smuggling partnership. This Jew had contacts to smuggle cocaine from Vienna to England. The Jew swore that there was no danger. They offered him 50,000 francs profit. The Pole student and Jew persuaded him for a week, and in the end he has given 6,000 francs and Pole 4,000 to the Jew. പിശുക്കനായ റൂക്കോൾ കുറേ അധികം പണം സമ്പാദിച്ചിരുന്നു. ഇനിയും അധികം ഉണ്ടാക്കണമെന്ന ആർത്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ജൂയിഷ് മാൻ പോളണ്ടുകാരനായ സോബേണിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമായി അദ്ദേഹത്തെ കാണുവാനെത്തി. പിശുക്കനായ റൂക്കോൾ കുറേ അധികം പണം സമ്പാദിച്ചിരുന്നു. ഇനിയും അധികം ഉണ്ടാക്കണമെന്ന ആർത്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ജൂയിഷ് മാൻ പോളണ്ടുകാരനായ സോബേണിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമായി അദ്ദേഹത്തെ സമീപിച്ചു. കള്ളക്കടത്ത് നടത്താൻ 6,000 ഫ്രാങ്ക്സ് ചിലവാക്കിയാൽ ആ പാർട്ണർഷിപ്പിൽ നിന്നും ധാരാളം പണം ഉണ്ടാക്കാമെന്നും അവർ പറഞ്ഞു. വിയന്നയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് സേഫായി കൊക്കെയിൻ കടത്തുവാനുള്ള കണക്ഷൻസ് തനിക്കുണ്ടെന്ന് ജ്യൂ അദ്ദേഹത്തിന് ഉറപ്പ് നൽകി. അവർ അദ്ദേഹത്തിന് 50,000 ഫ്രാങ്ക്സ് ലാഭം ഓഫർ ചെയ്തു.
ഒരാഴ്ചയോളമുള്ള അവരുടെ പ്രേരണയ്ക്ക് ശേഷമാണ് അദ്ദേഹം 6000 ഫ്രാങ്ക്സ് അവർക്ക് നൽകിയത്. പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ 4000 ഫ്രാങ്ക്സും കൊടുത്തു. Question number 3 from section 2. What is a strategy that they used to deceive the police? And the answer is, the police searched the hotel where Roucolle was staying. At last the police reached one floor below. They emptied a dozen tin of powder that a man on Roucolle's floor was selling on commission and put cocaine into them. The tins were placed on the table as though there were nothing to conceal, so that the police wouldn't suspect them until Roucolle made a wild grunt. White Paul told them the tin contained face powder. Roucolle താമസിക്കുന്ന ഹോട്ടൽ സെർച്ച് ചെയ്യുവാൻ പോലീസ് എത്തി. തൊട്ട് താഴെ നിലയിൽ വരെ പോലീസ് സെർച്ച് ചെയ്തെത്തിയപ്പോൾ റൂക്കോളിൻ്റെ ഫ്ലോറിൽ താമസിക്കുന്ന പൗഡർ വിൽക്കുന്ന ഒരാളുടെ പൗഡർ ടിന്നുകളിലെ പൗഡർ കുടഞ്ഞു കളഞ്ഞതിന് ശേഷം കൊക്കെയിൻ അതിൽ നിറച്ച് മേശപ്പുറത്ത് തന്നെ വച്ചു. അവിടെ ഒന്നും മറയ്ക്കുവാനില്ല എന്ന രീതിയിലാണിത് ചെയ്തത്. പോലീസുകാർ ചോദിച്ചപ്പോൾ അത് പൗഡറാണെന്നും പോളണ്ട് സ്റ്റുഡൻറ്റ് പറഞ്ഞു. എന്നാൽ റൂക്കോൾ ഒന്നും ഉരുണ്ടു അപ്പോൾ. Question number 4. Describe the reaction of Roucolle and the Paul after their release. The answer is, when the Paul and Roucolle was released, the Paul was glad enough to escape even though he had lost his 4000 francs. But poor Roucolle was utterly broken down. He took to his bed at once, and all that day and half the night they could hear him thrashing about, mumbling and sometimes yelling out at the top of his 6000 francs. 3 days later, he had some kind of stroke, and a fortnight he was dead of a broken heart. റൂക്കോളും പോൾ സ്റ്റുഡൻറ്റും പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസായപ്പോൾ പോളണ്ട് സ്റ്റുഡൻറ്റ് സന്തോഷിച്ചു. തൻ്റെ 4000 ഫ്രാങ്ക്സ് പോയെങ്കിലും സ്വതന്ത്രനായല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്നാൽ പാവം വൃദ്ധനായ റൂക്കോളിന് ഇത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. താൻ മോചിതനായല്ലോ എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്, തൻ്റെ 6000 ഫ്രാങ്ക്സ് പോയല്ലോ എന്നാണ്. കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം കിടപ്പ് തന്നെയായിരുന്നു. രാത്രിയിലൊക്കെ ഉറക്കെ കൂകി വിളിച്ച് കരയുന്നത് കേൾക്കാമായിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വരികയും 2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുകയും ചെയ്തു. Here ends today's class. Thanks for watching. If you feel this is helpful, please share it with your friends too. Thank you.